സ്റ്റുഡൻസ് നമ്മൾ ഓണം കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് മീൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ജസ്റ്റ് അതിന് പ്രോബ്ലംസ് 3 പ്രോബ്ലംസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അരിത്മെറ്റിക് മീൻ, അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഫസ്റ്റ് മെഷറാണ് അരിത്മെറ്റിക് മീനിൽ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഫോർമുലാസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, ഞാൻ പറഞ്ഞിരുന്നു. അരിത്മെറ്റിക് മീൻ ഒരു മിഡിൽ വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊണ്ട് ബാക്കി ഡാറ്റേനെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആവറേജസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ആവറേജസ് ഉണ്ട്. അതിൽ അരിത്മെറ്റിക് മീനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഏറ്റവും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ്. Arithmetic mean is a mathematical average. It is method of representing the whole data by one figure. It is a simple measure and most widely used. Let us discuss arithmetic mean in the case of individual, discrete and continuous series. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് അത് ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് നമുക്ക് തിരിക്കാം. ഇതിൽ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ വാല്യൂസ് മാത്രമായിട്ട് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ എക്സിന് വാല്യൂസ്, ഇപ്പോൾ ഹൈറ്റൊക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ടാവും. ഒരു കുട്ടികളുടെ മാർക്കൊക്കെ ആണെങ്കിൽ ആ വാല്യൂ തന്നിട്ടുണ്ടാവും. ഇനി ഡിസ്ക്രീറ്റ് ഇൻഡിവിജ്വൽ ഡാറ്റ. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടാവും. അതായത് കുട്ടികളുടെ ഹൈറ്റ് ഒരു 160 ഹൈറ്റുള്ള എത്ര പേരുണ്ട്, അങ്ങനെ ആ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൂടി തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇൻ്റർവെല്ലാണ്, അതായത് 10നും 20നും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ 160ക്കും 170ക്കും ഇടയിൽ ഹൈറ്റുള്ള കുട്ടികളുടെ എണ്ണം, ആ ഇൻ്റർവെല്ല് തരുമ്പോഴാണ് നമ്മളതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കേസിൽ മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ ഓരോ കേസിലും എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസ്, അതായത് കുറച്ച് വാല്യൂസ്, ഒരു 5 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിൻ്റെ മീൻ കണ്ടുപിടിക്കും, അങ്ങനെയുള്ള കേസാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇഫ് x1, x2, etc. xn are n individual values, then the arithmetic mean of the items is x1 plus x2 plus etc. plus xn divided by n. That is equal to sigma xi divided by n. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക. എത്ര വാല്യൂസ്, എത്ര ഒബ്സർവേഷൻസ് തന്നെയാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നോക്കുക. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഓഫ് ദ ഓട്ടോ ഫെയർസ് ഓഫ് 10 ജേർണീസ്. അപ്പോൾ 10 ജേർണീസിൻ്റെ ഓട്ടോറിക്ഷ ചാർജസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മീൻ വാല്യൂ എത്രയാണ്, ആവറേജ് ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചാർജ് വന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അരിത്മെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, എത്ര വാല്യൂസ് തന്നിട്ട് 10 ജേണിയുടെ ഫെയർ ഓട്ടോ കൂലികളെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഡാറ്റ തന്നിരിക്കുന്നത്. അതെല്ലാം കൂടി ആഡ് ചെയ്യുക. 10 പ്ലസ് 10 പ്ലസ് 90 പ്ലസ് 85 പ്ലസ് 103 പ്ലസ് 11 പ്ലസ് 29 പ്ലസ് 84 പ്ലസ് എക്സെട്ര 80 വരെ ഡിവൈഡഡ് ബൈ 10. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 542 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 54.2 റുപ്പീസ്. അപ്പോൾ ആവറേജ് ഓരോ ജേണിക്കും വന്നിരിക്കുന്നത് 54 റുപ്പീസാണ്. 54.2 റുപ്പീസ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ വരുമ്പോൾ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ, ആ ഫോർമുല ഓർത്ത് വയ്ക്കുക, ഓരോന്നിലും പറയുന്ന ചേഞ്ചസ് എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ് മീൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി, ഇപ്പോൾ ഇൻഡിവിജ്വൽ ഡാറ്റ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ വാല്യൂ ഓരോ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടെങ്കിൽ ആ കേസിൽ നമ്മളെങ്ങനെയാണ് arithmetic mean കണ്ടുപിടിക്കാൻ നോക്കാം. When the data are in the discrete frequency distribution form, let x1, x2, etc. xn be the values of the variable with the corresponding frequencies f1, f2, etc. fn respectively. Then arithmetic mean equal to x bar ആണ് arithmetic mean denote ചെയ്യുന്നത്. x bar is equal to x1 f1 plus x2 f2. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x1നെ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ x2നെ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, xnനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ എത്ര എണ്ണം തന്നിട്ടുണ്ടെന്നല്ല നോക്കേണ്ടത്, ഈ ഫ്രീക്വൻസികൾ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഓരോ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ഫ്രീക്വൻസി കൊണ്ട് മീൻ ചെയ്യണേ. അപ്പോൾ ഓരോ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രീക്വൻസികൾ ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടുള്ളൂ. ആ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്.
അപ്പോൾ ഫ്രീക്വൻസി തന്ന കേസിൽ നമ്മൾ ഫ്രീക്വൻസികളുടെ സമ്മായിരിക്കും നമ്മുടെ എന്നിൻ്റെ വാല്യൂ. അല്ലാതെ വെറുതെ എത്ര വാല്യൂ തന്നിട്ടുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതല്ല. എന്നിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസികളുടെ സമ്മാണ്. വേർ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക. കാൽക്കുലേറ്റ് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ അതിൽ മീനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നോക്കിയേ, ഡാറ്റയുടെ ഡിഫറൻസ് നോക്കിയേ. ഡാറ്റയുടെ ഡിഫറൻസ് നോക്കാം. വാല്യൂ മാത്രമല്ല, മുകളിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അതിന് താഴെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഒരു റോ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി അതായത് വാല്യൂ 5 മാർക്കോ എന്തെങ്കിലും ആണെങ്കിൽ 5 മാർക്സ് കിട്ടിയ 15 സ്റ്റുഡൻസ് ഉണ്ട്, 15 മാർക്ക് കിട്ടിയ 20 സ്റ്റുഡൻസ് ഉണ്ട്, 25 മാർക്സ് കിട്ടിയ 25 സ്റ്റുഡൻസ് ഉണ്ട്, 35 മാർക്സ് കിട്ടിയ 24 സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ 75 മാർക്സ് കിട്ടിയ 52 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എങ്ങനെ കിട്ടാം? ഈ താഴെയുള്ള വാല്യൂസൊക്കെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടാം. അപ്പോൾ നമ്മുടെ അരിതമെറ്റിക് മീൻ എന്ന് പറയണത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ സം കിട്ടുകയാണെങ്കിൽ 5 മാർക്ക് കിട്ടിയ 15 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? 5 × 15. അതിൽ 15 മാർക്ക് കിട്ടിയ 20 സ്റ്റുഡൻസ് ആണ്. 15 × 20 പ്ലസ് 25 × 25 പ്ലസ് 35 × 24 എക്സെട്ര 75 × 52 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ആകെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ ആ ഫ്രീക്വൻസികൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, ആ വാല്യൂസ് ഓരോന്നും നമ്മൾ എടുത്തെഴുതി ടേബിൾ വൈസ് എടുത്തെഴുതി. അപ്പോൾ ഇതിൽ എത്ര കോളംസ് ഉണ്ട്? 3 കോളം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എക്സ്, നെക്സ്റ്റ് ഫ്രീക്വൻസിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും, നെക്സ്റ്റ് എഫ് എക്സ്, എഫ് × എക്സ്, കാരണം അത് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടുള്ളൂ. അപ്പോൾ 5, 15, 25, 35, 45, 55, 65, 75 വരെയാണ് എക്സ് വാല്യൂസ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് 50, 20, 25, 24, 12, 31, 71, 52. ഈ ഫ്രീക്വൻസികളുടെ സമ്മാണ് ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതിൻ്റെ സമ്മാണ് 250. അപ്പോൾ ഇത് മാർക്കാണെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ എണ്ണം 250 സ്റ്റുഡൻസിൻ്റെ മാർക്കുകളുടെ കാര്യങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് എഫ് × എക്സ്, ആ 2 കോളങ്ങൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്തിരിക്കുന്നത്. 5 × 15, 75, 15 × 20, 300, 25 × 25, 625 എക്സെട്ര 75 × 52, 3900. ഇതിൻ്റെ ടോട്ടൽ കാണാം. സിഗ്മ എന്ന് പറഞ്ഞ സമ്മാണ് അതിൻ്റെ ടോട്ടൽ. ആ മൂന്നാമത്തെ കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 12,600 ആണ് അതിൻ്റെ ടോട്ടൽ കിട്ടിയത്. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സം, അതാണ് 12,600 ഡിവൈഡഡ് ബൈ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്രീക്വൻസികളുടെ സമ്മാണ്, അതായത് രണ്ടാമത്തെ കോളത്തിൻ്റെ സം. അപ്പോൾ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 50.4 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളുടെ ഇൻ്റർവെല്ലായിട്ടായിരിക്കും വാല്യൂസ് തന്നത്. ഇപ്പോൾ 0 to 10, 10 to 20, 20 to 30, ആ ഇൻ്റർവെല്ല്, അതായത് 0ക്കും 10നും ഇടയിൽ മാർക്ക് കിട്ടിയ 15 സ്റ്റുഡൻസ് ഉണ്ട്, 10നും 20ക്കും ഇടയിൽ മാർക്ക് കിട്ടിയ 30 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണ് തന്നിരിക്കുന്നത് ഡാറ്റ മീൻ ചെയ്യണത്. ഇനി അതിൻ്റെ അരിതമെറ്റിക് കണ്ടുപിടിക്കുന്ന ഫോർമുല സെയിം തന്നെയാണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്നുള്ള ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് കേസിന് നമുക്ക് ആ ഫോർമുല തന്നെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമല്ല, അവിടെ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് എക്സ് വാല്യൂസ് എന്തെടുക്കാൻ പറ്റും? 0 to 10 ആണ് നമുക്ക് വാല്യൂ ഈ റേഞ്ച് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്, എഫ് × എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഏതായിട്ട് എടുക്കാം? ഈ ഇൻ്റർവെല്ലുകളുടെ മിഡിൽ വാല്യൂ. അപ്പോൾ 0ൻ്റെയും 10ൻ്റെയും മിഡിൽ വാല്യൂ ഏതാണ്? 0ക്കും 10ൻ്റെ ഇടയിലുള്ള വാല്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 0യും 10ഉം കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 + 10, 10 ഡിവൈഡഡ് ബൈ 2, 5. അതുപോലെ 10, 20 ആ ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ വാല്യൂ കിട്ടണമെങ്കിൽ 10 + 20, 30, 30/2, 15. അപ്പോൾ നമുക്ക് ഏകദേശം 1-2 വാല്യൂ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. 5, 15, 25, 35, 45, 55, 65, 75. അപ്പോൾ നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളതിൻ്റെ മിഡ് വാല്യൂ ആണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസികൾ തന്നിട്ടുണ്ട്. 15, 30, 53, 75, 100 എക്സെട്ര തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസിൽ സെക്കൻഡ് കോളം തേർഡ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ് ഫോർത്ത് കോളം. അപ്പോൾ മിഡ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 15 അതാണ് 75 എന്ന് എഴുതിയിരിക്കുന്നത് ലാസ്റ്റ് കോളത്തിൽ. 30 × 15 അതാണ് 450. അതുപോലെ 53 × 25 1325. ഇവിടെ തന്നിരിക്കുന്നത് ഏജും നമ്പർ ഓഫ് പേഴ്സൺസ് ടൈം, ആ ഏജ് ഗ്രൂപ്പിലുള്ള എത്ര പേര് മരിക്കുന്നുണ്ടെന്നുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത് കേട്ടോ.
0 to 10 മാർക്കല്ല, 0 to 10 ഇയേഴ്സിൽ വയസ്സിനിടയിൽ മരിക്കുന്നവരുടെ എണ്ണം 15. അതുപോലെ 10 to 20 30, 70 to 80 125. നമുക്കറിയാം ഏജ് കൂടുന്നതിനനുസരിച്ച് ഡെത്ത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര പേരുടെ ലിസ്റ്റ് എടുത്തിരിക്കണേന്ന് നോക്കാം. 623 ആണ്. ഫ്രീക്വൻസികളുടെ സം നോക്കാം 623. അപ്പോൾ ഓരോ വാല്യൂസും എഫുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എന്ന് പറയുന്നത് n. അതുപോലെ സിഗ്മ എഫ് എക്സും അവിടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞ കോളത്തിൻ്റെ സം നോക്കുക 31,875. 31,875 divided by 623, that is equal to 51.16 years. അപ്പോൾ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 51.16 ഇയേഴ്സാണ് ആവറേജ് ഏജ് ആയിട്ട് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.